നമസ്കാരം. വീണ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്ന Spinner Pipes manufacturers of HDPE and PVC pipes. Think irrigation, think spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. അടുക്കളയ്ക്ക് സൗമ്യ സുഗന്ധവും വിഭവങ്ങൾക്ക് രുചിയും. കേരളത്തിന്റെ സഹകരണ ശുദ്ധി ഗ്രീൻ മൈത്രി വെളിച്ചെണ്ണ, ഒരു പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് ഉൽപ്പന്നം. ദുരന്തഭൂമിയായി തലപ്പള്ളി താലൂക്ക് ആസ്ഥാനമായ വടക്കാഞ്ചേരിയിലെ ഓട്ടുപാറ നഗരഹൃദയം. ഇടുങ്ങിയ വഴികളിലൂടെ ചീറിപ്പാഞ്ഞ രാത്രിയിലും പകലും ഹെവി ടിപ്പർ ലോറികൾ. ബസ് സ്റ്റാൻഡിൽ നിന്ന് സംസ്ഥാന പാതയിലേക്കും തിരിച്ചും ബസ്സുകൾ നിരന്തരം പ്രവേശിക്കുന്ന നഗരഹൃദയത്തിലെ ഓട്ടോ സ്റ്റാൻഡും അനധികൃത പാർക്കിംഗും ദുരന്തം ക്ഷണിച്ചു വരുത്തുന്നു. ഇരുചക്രവാഹനത്തിൽ ഹെവി ടിപ്പർ ലോറി ഇടിച്ച് റിട്ടയേർഡ് SIക്ക് ദാരുണാന്ത്യം. എങ്കക്കാട് സ്വദേശി തങ്കേത്തിൽ 86-കാരൻ പത്മനാഭൻ നായരാണ് ദുരന്തത്തിനിരയായത്. നഗരവികസന പദ്ധതി ചെയ്യുന്നു. പൊതുവഴികളും നടപ്പാതകളും പ്രതിഷേധത്തിനുള്ളതല്ലെന്ന ഹൈക്കോടതി. സ്റ്റേജ് കെട്ടാനുള്ള സ്ഥലങ്ങളല്ല റോഡുകൾ. വഴി തടഞ്ഞുള്ള സമരത്തെ തുടർന്ന് കോടതി അലക്ഷ്യ കേസിൽ CPM കോൺഗ്രസ് നേതാക്കൾക്ക് കോടതിയുടെ അതിരൂക്ഷ വിമർശനം. നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ്. കേരള വ്യാപാരി വ്യവസായി സമൂഹത്തിന്റെ ഉന്നമനത്തിനു വേണ്ടി സന്ധിയില്ലാ പോരാട്ടം. വ്യാപാരികളെ അവകാശങ്ങൾ നേടിയെടുക്കാൻ പോരാളികളാക്കി മാറ്റിയ T നസറുദ്ദീന്റെ ധീരസ്മരണയിൽ മുഖരിതം കേരളം. ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ യൂണിറ്റുകളിൽ അനുസ്മരണ സമ്മേളനങ്ങൾ. ഛായാചിത്രത്തിന് മുൻപിൽ പുഷ്പാർച്ചന. വടക്കാഞ്ചേരിയിൽ അജിത് കുമാർ മല്ലയ്യയും മുള്ളൂർക്കരയിൽ KM മുഹമ്മദും നേതൃത്വം നൽകി. സംസ്ഥാനത്ത് ഒരു തവണ കൂടി ഇടതുപക്ഷം അധികാരത്തിലെത്തിയാൽ പെൻഷൻ അടക്കം എല്ലാ ജനക്ഷേമ പദ്ധതികളും ഇല്ലാതാക്കുമെന്ന മുൻ MLA TV ചന്ദ്രമോഹൻ. പെൻഷൻകാരെ വഞ്ചിച്ച ജനദ്രോഹ ബജറ്റാണ് സംസ്ഥാന സർക്കാർ അവതരിപ്പിച്ചതെന്നും ആരോപണം. തലപ്പള്ളി താലൂക്ക് ഓഫീസിലേക്ക് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ വടക്കാഞ്ചേരി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച്. ബജറ്റ് കോപ്പി കത്തിച്ച് പ്രതിഷേധം. കൊടുങ്ങല്ലൂരിൽ നിന്ന് മനുഷ്യമനസാക്ഷിയെ വല്ലാതെ വേദനിപ്പിക്കുന്ന വാർത്ത. മകൻ അമ്മയുടെ കഴുത്തറുത്തു. അഴീക്കോട് മരപ്പാലത്തിന് സമീപം അഴുവേലിക്കകത്ത സീനത്താണ് മൃഗീയ ആക്രമണത്തിനിരയായത്. 53-കാരിയെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത് മകൻ 24-കാരൻ മുഹമ്മദ. യുവാവ് ലഹരിക്കടിമയാണെന്ന് പോലീസ്. നേരത്തെ പിതാവിനെ ആക്രമിച്ച കേസിലെ പ്രതി. വടക്കാഞ്ചേരി പട്ടണഹൃദയത്തിലെ തലപ്പള്ളി താലൂക്ക് ഓഫീസിലെത്തി ഗൈനക്കോളജി ഡോക്ടറെ കാണാൻ ടോക്കൺ വേണമെന്ന് ജനങ്ങൾ. ഇതെന്ത് പുകിലെന്ന് ജീവനക്കാർ. ഓഫീസ് സമുച്ചയത്തിൽ ഡോക്ടറുടെ ബോർഡ് കണ്ടെത്തി. പൊതുസ്ഥലങ്ങളിൽ നിന്ന് നീക്കം ചെയ്ത ബോർഡ് തന്ത്രപ്രധാന കേന്ദ്രത്തിൽ സ്ഥാപിച്ചത് ഉദ്യോഗസ്ഥർ തന്നെ. വാർത്താവിശേഷം വീണ സ്പെഷ്യൽ. റോഡ് സുരക്ഷാ വാരാചരണത്തിന്റെ ഭാഗമായി കുറാഞ്ചേരിയിൽ സ്ഥാപിച്ച ഫ്ലക്സി പോൾ ഡിവൈഡറുകൾ ജനങ്ങൾക്ക് സമ്മാനിക്കുന്നത് വലിയ ദുരിതം. ഫ്ലൂറസൻ സ്റ്റിക്കറുകൾ അടങ്ങിയ ഡിവൈഡറുകൾ രാത്രിയും പകലും മുന്നറിയിപ്പ് നൽകുന്നതാണെങ്കിലും സ്ഥാപിച്ചതിലെ അശാസ്ത്രീയത പ്രതിസന്ധി. ബസ്സുകൾ സംസ്ഥാന പാതയിൽ നിർത്തിയിടുമ്പോൾ ഗതാഗതക്കുരുക്ക് അതിരൂക്ഷം. അതിരപ്പള്ളി കാലടി പ്ലാന്റേഷൻ പരിസരത്ത് തോട്ടം തൊഴിലാളിക്കെതിരെ കാട്ടാന ആക്രമണം. അയ്യമ്പഴ സ്വദേശിയായ 50-കാരൻ പ്രസാദിനെ ആന തുമ്പിക്കൈ കൊണ്ട് എടുത്തെറിഞ്ഞു. ഗുരുതര പരിക്കേറ്റ തൊഴിലാളിയെ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അധികൃതർക്കെതിരെ പ്രതിഷേധം. വേനൽ ആരംഭിച്ചതോടെ അഗ്നിബാധയും നിരന്തരം. ഓടിത്തളരുന്നു ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ഉദ്യോഗസ്ഥർ. കരിഞ്ഞുണങ്ങിക്കിടക്കുന്ന പ്രദേശങ്ങളെല്ലാം അഗ്നി വിഴുങ്ങുന്നു. അത്താണി സ്റ്റീൽ ഇൻഡസ്ട്രിയൽ ഫോർജിംഗ് ലിമിറ്റഡ് ഭൂമിയിൽ വൻ അഗ്നിബാധ. ഏക്കർ കണക്കിന് സ്ഥലത്തെ അടിക്കാടുകൾ കത്തി നശിച്ചു. ഒഴിവായത് വൻ അപകടം. കൊച്ചി മെട്രോ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് നീളുന്നു. 3-ാം ഘട്ടത്തിൽ ആലുവയിൽ നിന്ന് വിമാനത്താവളത്തിലേക്ക് നീട്ടാൻ കർമ്മ പദ്ധതി. DPR തയ്യാറാക്കാൻ കൺസൾട്ടൻസികളെ ക്ഷണിച്ചു. ടെൻഡർ പുറപ്പെടുവിച്ച KMRL.